പഠിക്കാൻ പോകുന്നത് ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. നേച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ, അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രേഡിംഗ് ബിസിനസ്സാണ് ചെയ്യുന്നത്. ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കുക, വിൽക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിൽ അധികം ആവശ്യം വരില്ല. ഫിക്സ്ഡ് അസറ്റിൻ്റെ ആവശ്യം അധികം വരില്ല. നേരെ മറിച്ച് നിങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, അതായത് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസസോ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിൻ്റെ ആവശ്യം കൂടുതലുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി വേണ്ടി വരും, അങ്ങനെ ഒരുപാട്. അതുകൊണ്ട് ഫിക്സ്ഡ് അസറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ കൂടുതലാണ്. ഓക്കെ, ഇനി സെയിൽ ഓഫ് ഓപ്പറേഷൻ. സെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് വോള്യം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻസ് കുറവാണ്, അതായത് സെയിൽസിൻ്റെ വോള്യം കുറവാണ്, നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ ക്വാണ്ടിറ്റി വൈസും മണി വൈസും കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. ചോയ്സ് ഓഫ് ടെക്നിക്സ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അതായത് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, കാരണം അവിടെ നിങ്ങൾക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെ ആവശ്യം കൂടുതൽ വരും. നേരെ മറിച്ച് നിങ്ങൾ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അധികം വരില്ല, കാരണം നിങ്ങൾ വർക്കേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളവിടെ പ്രൊഡക്റ്റും സർവീസസും ഉണ്ടാക്കുന്നത്. ഇനി ടെക്നോളജി അപ്ഗ്രഡേഷൻ. അതായത് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഗുഡ്സും സർവീസസും ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനറി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. കാരണം അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെഷീനറി ചിലപ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷന് അത് സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കത് മാറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. അല്ല, നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾ മാറ്റുന്നില്ല, വളരെ കുറവ് ആണ് നിങ്ങൾ മാറ്റുന്നത്, അതായത് 1 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങളുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവ് മതി. ഇനി അടുത്തത് ഗ്രോസ് പ്രോസ്പെക്റ്റ്. അതായത് നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും.